ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെ, നാളെ SSLC +1 +2 പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഇക്കാൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. അപ്പോൾ SSLC ആയാലും +1 ആയാലും +2 ആയാലും പൊതുപരീക്ഷ എഴുതുന്ന സമയത്ത് അത്യാവശ്യം മാർക്ക് കിട്ടാൻ, അതായത് നിങ്ങൾ പഠിച്ചിട്ട് എന്തായാലും എഴുതും, എന്നാൽ അതിൽ തന്നെ അത്യാവശ്യം ഒരു 4-5 മാർക്ക് കൂടുതൽ കിട്ടാൻ പറ്റിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വെറും മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ടിപ്സ് മാത്രമല്ല, മാർക്ക് പോവാതിരിക്കാനുള്ള ടിപ്സും കൂടിയാണ്. ഇത് കൃത്യമായിട്ട് പാലിച്ചാൽ നിങ്ങൾക്ക് A+ലേക്കായാലും ജയത്തിലേക്കായാലും ഒക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ഒരു 10-15 കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് മക്കൾ ഫോളോ ചെയ്യണം, നിർബന്ധമുള്ള കാര്യം കേട്ടോ. എന്നാൽ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ മക്കൾ ഏറ്റവും വൃത്തിയുള്ള കയ്യക്ഷരത്തിൽ എഴുതണം. അതായത് പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റണം എന്നർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം, ഉത്തരക്കടലാസിൽ ആദ്യത്തെ പേജിൽ നിർബന്ധമായിട്ടും മക്കൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ തന്നെ എഴുതുക. ഓക്കെ, ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് നിന്ന് എഴുതിയാലോ അല്ലെങ്കിൽ ലാസ്റ്റ് essay ക്വസ്റ്റ്യൻ ഫസ്റ്റ് എഴുതിയാലൊക്കെ കുഴപ്പമുണ്ടോയെന്ന്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും, നിങ്ങൾക്ക് 1, 2, 3 എന്നുള്ള പാറ്റേണിൽ എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റ് നിന്ന് എഴുതാം, അല്ലെങ്കിൽ സെൻട്രലുള്ള ക്വസ്റ്റ്യൻ എഴുതാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തുടക്കത്തിൽ എഴുതി തുടങ്ങാം. പക്ഷേ മക്കളെ, എഴുതുന്ന ഉത്തരം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ശരിയുള്ളതായിരിക്കണം എന്ന് മാത്രം. അതായത് നമ്മുടെ ഫസ്റ്റ് പേജിൽ ഒരിക്കലും തെറ്റ് വരരുത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ടുള്ള കയ്യക്ഷരവും അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഉത്തരങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾ പാതി സക്സസ് ആയി എന്ന് ഉറപ്പിച്ചോളൂ. നിങ്ങളെക്കുറിച്ച് ടീച്ചർക്ക് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടും. ഇനി അടുത്തതായിട്ട് മക്കൾ ചെയ്യേണ്ടത്, ഓരോ ചോദ്യവും എഴുതുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമായിട്ടും എഴുതുക എന്നുള്ളതാണ്. പല കുട്ടികളും ആവേശത്തിനടക്കും അതുപോലെ തന്നെ ടെൻഷൻ അടക്കും ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ മറന്നുപോകും, അല്ലെങ്കിൽ ലാസ്റ്റ് ഉത്തരമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇടാമെന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. കാരണം ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എത്ര ഉത്തരം എഴുതിയിട്ടും കാര്യമില്ല, അതിന് മാർക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ നമ്പറിന് തന്നെ ഇടുക. ഇനി അഥവാ ചിലപ്പോൾ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വരെ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് മാർജിൻ്റെ കാര്യമാണ്. മാർജിൻ ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെ ഉണ്ടാവും, പക്ഷേ മാർജിനകത്ത് നിങ്ങൾ വേണ്ടാത്ത തോന്നിവാസങ്ങൾ നിങ്ങളുടെ കലാപരിപാടികൾ നടത്തരുത്. മാർജിൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിങ്ങളുടെ മെയിൻ നമ്പറുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതായത് മെയിൻ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ 1, 2, 3 എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പറുകൾ മാത്രം. അതല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ABCD എന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊന്നും മാർജിൻ്റെ അകത്ത് എഴുതരുത്. അത് നിങ്ങൾ ഉത്തരം എഴുതുന്ന ഭാഗത്താണ് എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പോലുള്ള ചില ചോദ്യങ്ങളിലൊക്കെയാണ് അങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ 26 ABCD എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഗ്രാമറിൻ്റെ പാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. മലയാളത്തിലും ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് സബ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മക്കൾ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്ഥലത്ത് എഴുതിയിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ വേറെ പേജിൽ എഴുതരുത്. അത് അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതണം. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് പകുതി അറിയാൻ ബാക്കി അറിയില്ലെങ്കിൽ അവിടെ ഒഴിച്ചു വിട്ടതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് എഴുതുക. പക്ഷേ ആ ഒഴിച്ചു വിട്ട സ്ഥലം നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം പരീക്ഷ എഴുതി കഴിയുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ആൻസർ ഷീറ്റിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന സ്പേസുകൾ പാടില്ല. ഇനി മറ്റൊരു കാര്യം മക്കൾ ശ്രദ്ധിക്കേണ്ടത് കൂൾ ഓഫ് ടൈമിലാണ്. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നേരത്തെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മുടെ എഴുതി തുടങ്ങേണ്ട സമയമാകുമ്പോൾ ആദ്യം നന്നായിട്ട് അറിയാവുന്നത് എഴുതാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പരീക്ഷ എഴുതാൻ ഒരേ മഷി തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിക്കുക. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പേനകൾ തന്നെ പല ടൈപ്പ് പേനകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഇങ്കിനുണ്ടാവും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചുവപ്പ് പച്ച പേനകൾ, അതായത് ഇങ്കുകൾ കേട്ടോ, ഇങ്കുകളൊന്നും ഉപയോഗിക്കരുത്. അതൊക്കെ നിങ്ങൾക്കുള്ളതല്ല, ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മക്കളും ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്, അതുവരെ മക്കൾ ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് A+ലേക്ക് 1, 2 മാർക്ക് കുറവുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ഓപ്ഷനായിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് മാറും. അതുപോലെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അപ്പം നമ്മൾ യാതൊരു സാധ്യതകളും ഒഴിവാക്കി എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഓർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും എഴുതണം. അതിനുള്ള സമയം ഉണ്ടാക്കിയിട്ട് എഴുതുക കേട്ടോ. പിന്നെ നിങ്ങൾ ഓർ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സമയം മാത്രം ഈ ഓർ ക്വസ്റ്റ്യൻസ് എഴുതുക കേട്ടോ.
ഇനി നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്ന പോലെ തന്നെ ചില കുട്ടികൾ ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് പിന്നീട് എഴുതാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കും. പക്ഷേ അവസാനം ടെൻഷൻ കാരണം അതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ വേഗം ആൻസർ ഷീറ്റ് കൊടുത്തിട്ട് കൊണ്ട് പോരും. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നോക്കുമ്പോഴോ അയ്യോ ആ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ടോ എന്ന് ഡൗട്ടാവും. അത് നമ്മുടെ അടുത്ത പരീക്ഷകളൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൻസർ ഷീറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന, അതായത് പൂർണ്ണമായിട്ടും എഴുതി കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ, ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റൗണ്ട് ചെയ്ത് വെക്കുക, ഏതെങ്കിലും രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത മക്കളെ ഒരു ചെറിയ ഉടായ്പാണ്. അതായത് നമ്മൾ പറഞ്ഞ നേരത്തെ ആദ്യത്തെ പേജിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങൾ തന്നെ ഉത്തരം എഴുതണമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പേജുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും നമ്മൾ എത്ര പേപ്പറുകൾ ഉപയോഗിക്കുന്നോ അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് നമുക്ക് കുറച്ചൊക്കെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ മിക്സായിട്ട് ഇടകലർത്തിയിട്ട് എഴുതുക. അതല്ലാതെ ആദ്യം മൊത്തം അറിയാവുന്നത് എഴുതിയിട്ട് പിന്നെ ഏറ്റവും അവസാനത്തേക്ക് മൊത്തം അറിയാത്ത എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് ലാസ്റ്റ് ഒരു ബാഡ് ഇംപ്രഷൻ വരും. പിന്നെ ലാസ്റ്റിലേക്കുള്ള ഉത്തരങ്ങൾക്കും നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടാതെ വരും. എന്നാൽ നമ്മളിങ്ങനെ ഇടകലർത്തി എഴുതുമ്പോൾ അത് ചിലപ്പോൾ ഈ കുട്ടിക്ക് കുറച്ചൊക്കെ അറിയാം, ടെൻഷൻ കാരണം വിട്ടുപോകുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിന് ചെറിയ ചെറിയ മാർക്ക് കിട്ടും. ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കൾ എന്ത് വിചാരിച്ചാൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എഴുതുക. അല്ലാതെ ഉൾഭാഗത്തും അതേപോലെ തന്നെ ലാസ്റ്റിലേക്കും ഫുള്ള് അറിയാത്തത് കൊണ്ടുപോയിട്ട് എഴുതരുത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ പഠിക്കണം. അത്യാവശ്യം ഒരു 50-60% പഠിച്ചാൽ നമുക്ക് ബാക്കിയുള്ള ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടി കൊണ്ട് നമുക്ക് മാക്സിമം മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഉത്തരക്കടലാസിൽ രജിസ്റ്റർ നമ്പർ ആദ്യം തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയിട്ടില്ല പിന്നെ നമുക്കത് വലിയ പുലിപാലാവും. പിന്നെ നമുക്ക് അടുത്ത പരീക്ഷകളൊന്നും എഴുതാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫുൾ ടെൻഷനാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുക, തെറ്റാതെ എഴുതുക. പിന്നെ അതേപോലെ തന്നെ അഡീഷണൽ ഷീറ്റുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ അത് നമ്മൾ അവസാനമായിട്ട് തുന്നിക്കെട്ടുന്ന സമയത്തും കൃത്യമായ ഓർഡറിന് മാഷിന് കൃത്യമായിട്ട് നോക്കാൻ പാകത്തിൽ തുന്നിക്കെട്ടുക. അല്ലാതെ പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ ചിലപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ മാഷിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ബാലൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന മാഷിന് എളുപ്പമുള്ള പോലെ ആൻസർ ഷീറ്റ് തയ്യാറാക്കുക. അതാണ് ഹാൻഡ് റൈറ്റിംഗ് വരെ നന്നാക്കണം എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, പരീക്ഷ നമുക്ക് സുഖമായിട്ട് എഴുതാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും നമ്മൾ നേരത്തെ തന്നെ കയ്യിലൊരുക്കി വെക്കുക എന്നുള്ളതാണ്. അതിൽ പേനകൾ ഉൾപ്പെടും. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് ആവശ്യം വരും. കാരണം ഈ പെൻസിൽ, പേന, സ്കെയില് ഇതൊക്കെ നമുക്ക് എല്ലാ പരീക്ഷകളിലും ആവശ്യമുള്ള കാര്യമാണല്ലോ. മാർജിൻ വരയ്ക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറിയ ലൈൻ പോലും നിങ്ങൾ കൈകൊണ്ട് സ്വന്തമായിട്ട് വരയ്ക്കാതെ സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. അങ്ങനെ അലസമാകുന്നതൊക്കെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി മിസ്സാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇയാൾ വലിയ ഗൗരവത്തിലല്ല പരീക്ഷ എഴുതുന്നത് എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് ചെറിയൊരു വരയാണെങ്കിൽ പോലും അണ്ടർലൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പെൻസിൽ കൊണ്ടൊക്കെ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതൊക്കെ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുക എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഹാൾ ടിക്കറ്റ് കൊണ്ടുവരാൻ മറക്കരുത്. അതൊക്കെ ഭയങ്കര ടെൻഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് പരീക്ഷൻ്റെ മുന്നേ. അപ്പോൾ അതൊക്കെ എപ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പോഴേ എടുത്തു വെക്കുക. എല്ലാ ദിവസവും പരിശോധിക്കുക, കാരണം എല്ലാ പരീക്ഷയ്ക്കും ഹാൾ ടിക്കറ്റ് വേണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നോമ്പില്ലാത്ത മക്കളൊക്കെ ആണെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ വേണ്ടി വരും. ഇപ്പോൾ നോമ്പുകാലത്ത് ഈ വീഡിയോ നോമ്പുകാലത്ത് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ ബോട്ടിൽ ആവശ്യമുള്ള കുട്ടികൾ വാട്ടർ ബോട്ടിൽ കയ്യിൽ വെക്കുക. അപ്പം വെള്ളത്തിനൊക്കെ ദാഹിക്കുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ അതിൻ്റേതായ ടെൻഷൻസ് ഉണ്ടാക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ വാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടി കയ്യിൽ കരുതുക. കാരണം സമയം നോക്കിയിട്ട് എഴുതിയില്ലെങ്കിൽ അവസാനം നമുക്ക് സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷ സമയം കഴിയുന്നതിനും ഒരു 15 മിനിറ്റ് നേരത്തെ എഴുതി തീരുക എന്നുള്ളതാണ്. അത് വേറെ ഒന്നിനുമല്ല, അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് കൂട്ടി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടോ, അതേപോലെ ഓരോ ചോദ്യത്തിനും മാർക്കിന് ആവശ്യമായ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, എഴുതിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് മറന്നുപോയിട്ടുണ്ടോ അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ കറക്റ്റാണ്. അതേപോലെ തുന്നിച്ചേർത്ത കാര്യങ്ങൾ പേജ് കറക്റ്റാണോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് സമയം നിങ്ങൾ ബാക്കി വെക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫുൾ കോൺഫിഡൻറ്റിൽ എൻ്റെ ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ സംശയം തീരില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അവസാനത്തെ 15 മിനിറ്റ് എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഞാൻ എഴുതിയ ഉത്തരം തെറ്റിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ തന്നെ നോക്കുക. അപ്പോഴേ നിങ്ങൾക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പല കുട്ടികളും ടെൻഷൻ കാരണം എഴുതുമ്പോൾ ചിലപ്പം ഒരു ഉത്തരത്തിന്
പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങളൊക്കെ എഴുതുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ അവസാനത്തെ 15 മിനിറ്റ് കറക്റ്റ് ചെയ്തിട്ട് വേണം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ കേട്ടോ. ഇനി അടുത്തായിട്ട് നിങ്ങൾ പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തെത്തിക്കഴിഞ്ഞാൽ കൂട്ടുകാരൊത്തിട്ട് കഴിഞ്ഞ പരീക്ഷയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കുറേ സമയം കളയും. അതേപോലെ തന്നെ ഇന്ന ഉത്തരം ഞാൻ എഴുതിയ ഉത്തരം തെറ്റാണല്ലോ, അവൾ ഇന്ന ഉത്തരമാണല്ലോ, അല്ലെങ്കിൽ അവൻ ഇന്ന ഉത്തരമാണല്ലോ എഴുതിയെന്ന് പറഞ്ഞാണ്ട് വെറുതെ ടെൻഷൻ അടിക്കും. അങ്ങനെ വരാൻ പോണ പരീക്ഷയും കൂടി ചുമ്മാ എന്ത് ചെയ്യും, നമ്മൾ ആ ടെൻഷൻ കാരണം പഠിക്കാതെ എന്ത് ചെയ്യും, വരുന്ന പരീക്ഷയിലും കൂടി മാർക്കില്ലാതാക്കുന്ന ഒരു അവസരം ഉണ്ടാവാറുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ആ പരീക്ഷ കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ആൻസർ ഷീറ്റ് എത്തേണ്ട അടുത്ത് എത്തും, അത് വാല്യുവേറ്റ് ചെയ്യുന്ന മറ്റൊരു ടീച്ചറാണ്. നിങ്ങൾ ഇനി എത്ര കരഞ്ഞിട്ടോ എത്ര സങ്കടപ്പെട്ടിട്ടോ ഇനി ഹാപ്പി ആയിട്ട് എന്തായാലും ആ പരീക്ഷാ പേപ്പറിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പോലെ ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിച്ചാൽ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യാനോ അതേപോലെ തന്നെ മറ്റു കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്യാനോ വീട്ടിൽ നിന്ന് പിന്നെ കൂട്ടി വെക്കാനോ, നിങ്ങൾ ചില കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, വീണ്ടും വീണ്ടും ഇങ്ങനെ കൂട്ടി നോക്കും. നിങ്ങളല്ല വാല്യുവേറ്റ് ചെയ്യുന്നത്, അപ്പോൾ കൊണ്ട് അങ്ങനെ കൂട്ടി നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇനി വരാൻ പോണ പരീക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തായാലും A+ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് തന്നെ കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, ആ വിശ്വാസമായിരിക്കും അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടിത്തരിക. ഇപ്പോൾ 10ാം ക്ലാസ്സുകാരുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാമത്തെ എക്സാമാണ് നാളെ നടക്കാൻ പോണത്. മലയാളം ഫസ്റ്റ്, IT ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഇനി നാളത്തെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 8 പരീക്ഷകളും കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ 2 A+ എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഇനിയുള്ള 8 എണ്ണത്തിലും A+ എനിക്ക് നേടണം എന്നുള്ള കാര്യമാണ് കുട്ടികൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞു പോയ പരീക്ഷകളിൽ അയ്യോ എനിക്ക് A+ കിട്ടുമെന്ന് ആലോചിച്ചിട്ടൊരു കാര്യമില്ല. അത് കഴിഞ്ഞതാണ്, അത് കിട്ടുമെന്ന് വിശ്വസിക്കുക, എന്നിട്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.